കോൺഗ്രസിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ തന്നെ 40 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ആ ബാങ്കിന്റെ പ്രസിഡന്റ് നേരത്തെ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു ലേഖകൻ ഈ പണം നിക്ഷേപിച്ച ആളാണ്. ഏതാണ്ട് 1.5 കോടിയേറെ രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമാണ്. അതായത് ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ വാർത്തയാണ് ഇപ്പോൾ ഒടുവിലുണ്ടായിട്ടുള്ളത്. അവരൊരു 1.25 കോടി രൂപ നിക്ഷേപിച്ചിട്ട് ആ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആ നിക്ഷേപം തിരിച്ചു കിട്ടാത്തത് കൊണ്ട് പ്രയാസം കൊണ്ടാണ് മരിച്ചത്. അവിടെ ഇപ്പോൾ DYFI പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത്തരം ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരാണ് DYFI ആലോചിച്ചുള്ളത്. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന എല്ലാ സംഘങ്ങളെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ കാണിക്കുന്ന ഒരു നിഷ്പക്ഷമല്ലാത്ത മനോഭാവമുണ്ട്. മലയാള മനോരമയുടെ ലേഖകൻ തന്നെ മരണമടഞ്ഞിട്ടും അങ്ങനെ കാര്യമായ ഒരു ചർച്ചയൊന്നും ഉയർന്നു വരുന്നതായി കാണുന്നില്ല. അപ്പോൾ ചില ബാങ്കുകളാണെങ്കിൽ ആവേശത്തോടു കൂടി വൈകുന്നേരങ്ങളിൽ അന്തിച്ചർച്ചയാവാം. എന്നാൽ ചില ബാങ്കുകളിൽ കോൺഗ്രസ്സുകാർ തട്ടിപ്പ് നടത്തിയാൽ അത് വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്.